ഒന്ന് കൂടോദിക്ക്. وبررت بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم أقبل الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم وبررت بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രമാണ് പറഞ്ഞു പോരുന്നത്. അദ്ദേഹം പറയാണ്, വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. വബർറം ബിവാലിദതി, വാലിദത്ത് വാലിദൈനി മാതാപിതാക്കൾ, വാലിദത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ ഉമ്മ, വാലിദ് ഉപ്പ വാപ്പ, വാലിദൈനി എന്ന് പറഞ്ഞാൽ രണ്ടാ കൂടെ പറയാണ് വാലിദൈനി മാതാപിതാക്കൾ. ഇതേ ആയത്ത് യഹ്യാ നബിയെ പറ്റി പറഞ്ഞപ്പോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ ഓർമ്മ അങ്ങനെ വരാത്തോണ്ട് വലിയ പ്രശ്നമില്ല. യഹ്യാ നബിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞപ്പോഴേ ഓർമ്മ പറഞ്ഞു. അവിടെ എന്താ പറയുക, സെയിം വാചക, ചെറിയൊരു വ്യത്യാസമുള്ളൂ. വലം യക്കുന്ന പറഞ്ഞത്, ഇവിടെ വയക്കുന്നാണ് പറഞ്ഞത്, ഇവിടെ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോ അവിടെ മാതാപിതാക്കൾ എന്നാ പറഞ്ഞത്, വാലിദേഹി. ഇവിടെ വാലിദത്തി എന്ന് പറഞ്ഞത് എന്താ കാരണം? അവിടെ മാത്രമേ ഉള്ളൂ, ഈസാ നബിക്കും മാത്രമേ ഉള്ളൂ. അതാണ് എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ടുമാണ് ഞാനുള്ളത്. വബർറം ബിവാലിദ്, ബിറ് എന്നുള്ളതിമെന്നാണ് ബറ് വരുന്നത്. ബിറ് പുണ്യം, ബിറ് അതിമെന്നാണ് ബറ് വരുന്നത്. വബർറം ബിവാലിദതി, എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ടും, വലം യജ്അൽനി, എന്നെ ആക്കിയിട്ടില്ല, ജബ്ബാറൻ ശഖിയ. ജബ്ബാറ് അള്ളാന്റെ 99 പേരിൽ ഒരു പേരാണ് ജബ്ബാർ. അപ്പൊ അള്ളാഹിനെ പറ്റി പറയുമ്പോ സ്വന്തം കഴിവും അധികാരമുള്ള ഏകാധിപതി എന്ന് പറയും. അത് മനുഷ്യരിലേക്ക് ചേർത്തി പറയുമ്പോ ഒരു സ്വേച്ഛാധിപതിയായ ഒരു സ്വന്തം ചെയ്യുന്ന ഒരാള് മനുഷ്യരിലേക്ക് ചേർത്തി പറയുമ്പോ. അള്ളാഹിലേക്ക് ചേർത്തി പറയുമ്പോ അള്ളാഹു ഏകാധിപതിയാണ്, എല്ലാം ശരിയില്ല, എല്ലാ അധികാരവും അവകാശവും എല്ലാ സംഗതിയുള്ള ഏകാധിപതിയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുലേക്ക് ചേർക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടാണ് പറയാം. ഇവിടെ പറഞ്ഞത് നെഗറ്റീവ് ആക്കിയിട്ടാണ്. എന്നെ നിർഭാഗ്യവാനായ ഒരു സ്വേച്ഛാധിപതി ആക്കിയിട്ടില്ല, നിഷ്ഠൂരനായ ഒരു മോശക്കാരനാക്കിയിട്ടില്ല എന്നെ. ഷഖീ എന്ന് പറഞ്ഞാൽ സഈദിന്റെ ഓപ്പോസിറ്റ് ആണ്. സഈദ് ഭാഗ്യമുള്ളവൻ, സഈദ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഷഖീ. ഭാഗ്യമില്ലാത്തവൻ, ഭാഗ്യം കെട്ടവൻ, നിർഭാഗ്യവാൻ. അപ്പൊ എന്നെ നിർഭാഗ്യവാനായ ഒരു സ്വേച്ഛാധിപതി ആക്കിയിട്ടില്ല, അല്ലെ മോശക്കാരനാക്കിയിട്ടില്ല. അത് ഒരു ഇന്നർ മീനിങ് അതിലുണ്ട്. എന്താ അറിയോ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാത്തവനായവൻ പിന്നെ വരാനുള്ള ചാൻസ് എന്തിനാണ്? തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ അവസ്ഥയ്ക്കാണ് തരം താകുക. അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ അതിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഇന്നർ മീനിങ് ഉണ്ടാവും. അപ്പൊ വബർറം ബിവാലിദതി, അപ്പൊ മാതാപിതാക്കൾ, ഇവിടെ എന്റെ മാതാവിന് പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ടും അള്ളാഹു എന്നെ ആക്കിയിട്ടുണ്ട്. എന്റെ മാതാവിന് പുണ്യം ചെയ്യുന്നവനായ രൂപത്തിലാണ് അള്ളാഹു എന്നെ ആക്കിയത്.
വലം യജ്അൽനി എന്നെ അവൻ ആക്കിയിട്ടില്ല ജബ്ബാറൻ ഷഖിയ്യ ഒരു മോശക്കാരനായ നിർഭാഗ്യവാൻ എന്നെ ആക്കിയിട്ടില്ല. അപ്പം നിർഭാഗ്യവാനും പിന്നെ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നവനൊക്കെ ഏത് കൂട്ടത്തിൽ പെടും? മാതാപിതാക്കളെ അനുസരിക്കാതെ പോയാൽ പിന്നെ അങ്ങനെയാണ് വരിക. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനത്തെ ഒരു കൊലത്തിക്കാണ് പോവുക. ഒരു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിക്കാണ് പോവുക. ക്ലിയർ? മനസ്സിലായില്ല? ഓക്കെ. വബർറം ബിവാലിദതി നിങ്ങളുടെ ടൈമാ. എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ടു. ബർറ്. വലം യജ്അൽനി എന്നെ അവൻ ആക്കിയിട്ടില്ല ജബ്ബാറൻ ഷഖിയ്യ. ഷഖിയ്യ് നിർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ. ജബ്ബാറ് മോശക്കാരൻ, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആള്. അങ്ങനെ അവൻ ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ എന്റെ മേൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. സലാം. യൗമ ഉലിത്തു ഞാൻ ജനിച്ച ദിവസവും. ഉലിദ അതിനാണ് മൗലിദ് വരുന്നത്. വയൗമ അമൂത്തു ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്ഹസു അയ്യ ജീവനോടുകൂടി എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും. ഉബ്ഹസന ബഹസ്, യൗമുൽ ബഹസ് എന്നാണ് പുനർജീവിതത്തിന്റെ ദിവസത്തിനെ പറ്റി പറയാം. പരലോകദിനം യൗമുൽ ബഹസ് എന്ന് പറയാം. ബഹസ്. അപ്പോ ഞാൻ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ജനിച്ച ദിവസവും എന്റെ മേൽ അള്ളാന്റെ സമാധാനമുണ്ട്. അപ്പൊ അള്ളാന്റെ കാവൽ എല്ലായിടത്തും ഉണ്ട്. ഒന്ന് പറയും വസ്സലാമു അലയ്യ എന്റെ മേൽ സമാധാനമുണ്ട്. വസ്സലാമു അലയ്യ എന്റെ മേൽ സമാധാനമുണ്ട്. യൗമ ഉലിത്തു ഞാൻ ജനിച്ച ദിവസം. വയൗമ അമൂത്തു ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്അസു അയ്യ ജീവനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും എനിക്ക് സമാധാനമുണ്ട്. ദാലിക ഈസ ഇബ്നു മറിയം അത് ഈസ ഇബ്നു മറിയമാണ്. ഈ പറഞ്ഞതാണ് ഈസ ഇബ്നു മറിയം. ഈ പറഞ്ഞതാണ് ഈസാ നബി. ഇതുവരെ പറഞ്ഞ ഈസാ നബിയുടെ ചരിത്രമാണ്. അതാണ് ഈസാ നബി. ഖൗലുൽ ഹഖ്, ഖൗലുൽ ഹഖ് സത്യമായ വചനം, സത്യമാണ്. ഈ പറഞ്ഞതാണ് സത്യം, സത്യവചനം ഇതാണ്. അല്ലദീ ഫീഹി യംതറൂൻ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ സത്യമായ ഖൗൽ ഇതാണ്. ഇതാണ് ഈസാ നബി. ആരാണ് ഈസാ നബി? ഈസാ നബിന്റെ ജന്മം മുതൽ പറഞ്ഞവരാണ്. അപ്പോ അദ്ദേഹത്തെ ജനിച്ചെവിടെയാണ്? ഈസാ നബി ജനിച്ചെവിടെയാണ്? ബൈത്തുല്ലഹം, ബത്ലഹം എന്നാണ് അതിന് പറയാം. ബത്ലഹം അതിന്റെ അറബി ബൈത്തുല്ലഹം എന്നാണ്. അപ്പോ അവിടെയാണ് ജനിച്ചത്. അപ്പോ നമുക്കറിയാം ഈ മറിയം അലൈഹി ഇസ്ലാം ആ ബൈത്തുൽ മുഖദ്ദസില് ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് പിന്നെ അതിന് ശേഷം ഒരു പുറത്തേക്ക് മാറി നമ്മൾ കഴിഞ്ഞു. മക്കാനിൻ ഷർഖിയ്യ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ? നിങ്ങളതിന് എല്ലാവരും എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല, അതാണ് വിഷയം. അന്നൊന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനത്തെ ചരിത്രമൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാണ് ആരാണ് ഈസാ നബി, ആരാണ് ഈസ ഇബ്നു മറിയം. ഇതാണ് ഈസാ നബി. ഇതുവരെ പറഞ്ഞതാണ് ഈസാ നബി അലൈഹി സ്വലാം. അപ്പൊ അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സംഗതി അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഇവിടെ പറയുന്ന സംഗതി മാതാവിന് പുണ്യം ചെയ്യാന്നാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ മാതാവ് അമ്മ മാത്രമുള്ളതുകൊണ്ട് ഒരു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞതാണ്. യഹ്യാ നബിയെ പറ്റി പറഞ്ഞപ്പോഴും അത് എടുത്തു പറഞ്ഞു. അപ്പൊ ഏറെ പുണ്യകരമായ ഒരു സംഗതിയാണ് അത് എന്നാണ് വിശദീകരിക്കുന്നത്. അതിൽ ജസ്റ്റ് ഒരു ആയത്ത് നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ഈ 3 ആയത്ത് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് കേട്ടോക്കി. ഓരോരുത്തർക്ക് പറയാൻ കഴിയും ഒരായത്ത്. എന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നവനായും വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ്യ അവൻ എന്നെ നിർഭാഗ്യവാനായ ഒരു തന്നിഷ്ടക്കാരനാക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ ഉലിത്തു ഞാൻ ജനിച്ച ദിവസം എന്റെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. വയൗമ അമൂത്തു ഞാൻ മരിക്കുന്ന ദിവസവും. വയൗമ ഉബ്അസു അയ്യ ജീവനോടെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവും. ദാലിക ഈസ ഇബ്നു മറിയം അതാണ് ഈസ ഇബ്നു മറിയം. ഈ പറഞ്ഞതാണ് ഈസ ഇബ്നു മറിയം. ഖൗലുൽ ഹഖ് സത്യമായ വചനം, സത്യമാണ്. അല്ലദീ ഫീഹി യംതറൂൻ അവര്
ഇംതറ ഇംതരി എന്നാണ് വീട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംതറ ഇംതരി ഇംതിറ. ഇതിന്റെ പല വേർഷൻ ഖുറാനിൽ തന്നെ വന്നിട്ടുണ്ട്. തംതറൂൻ വലാ തുമാരി ഫീഹിം ഇല്ലാ മിറ ലാഹിറ എന്നൊക്കെ പറഞ്ഞിട്ട് കൗഫിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേറെ വേറെ പദങ്ങൾ വന്നിട്ടുണ്ട് ഖുറാനിൽ, വേറെ വേറെ ടൈപ്പ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ആയത്തൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ ആയത്ത് സൂറത്ത് ഇസ്രായേൽ ആയത്താണ്. ഇത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവനുമാണെന്നാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനാവുക എന്നുള്ളത് അള്ളാഹിനെ പറ്റി പറഞ്ഞതിന് ശേഷം നേരെ പടപ്പുള്ള കൂട്ടത്തില് ഏറ്റവും ബാധ്യത ഉള്ള ആള് നിങ്ങൾക്കാണ് പറയുന്നത്. ഖുറാനിൽ ഈ ആയത്ത് മാത്രമല്ല, മറ്റു പല ആയത്തിലും അള്ളാഹിനെ പറ്റി പറഞ്ഞ കൂട്ടത്തില് അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത്, അല്ലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കളെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകിയ സ്ഥാനമാണ് വിശദീകരിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഹദീസിൽ റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് 3 ആമീൻ പറഞ്ഞു. ആമീൻ ആമീൻ ആമീൻ. അപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബി എങ്ങനെ ആമീൻ പറഞ്ഞത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വന്നിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതിലൊന്ന് ഇതാണ്: വയസ്സായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞാണ്. ഒരാൾക്ക് സ്വർഗം കിട്ടാൻ വയസ്സായ മാതാപിതാക്കൾക്ക് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ അയാൾക്ക് സ്വർഗം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം ഉണ്ടാവട്ടെ എന്നാണ് ജിബ്രീൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് റസൂൽ ആമീൻ പറഞ്ഞത്. അപ്പൊ വയസ്സായ മാതാപിതാക്കൾ ഉണ്ടാവുമ്പോൾ സ്വർഗം കിട്ടും എന്നാണ് പറഞ്ഞതിന്റെ ആശയം. നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. സ്വർഗം കിട്ടാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പോയ സഹാബിയെ നബി തിരിച്ച് വീട്ടിൽ അയക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം തന്നെ അതാണ്, നീ സ്വർഗമാണോ ഉദ്ദേശിച്ചതെന്നാ ചോദിച്ചത്. അപ്പൊ ആ സ്വർഗമാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ എന്താ സ്വർഗം എന്നാ പിന്നെ അവിടെ പോയിട്ട് ഫജാഹിദ് എന്ന് പറയുന്നുണ്ട്. അവിടെ പോയിട്ട് നീ ജിഹാദ് നടത്തിക്കോന്ന്, നിന്റെ പനിമാന്റെ അടുത്ത് പോയിട്ട് നീ ജിഹാദ് നടത്തിക്കോന്നാണ്. ചില റിപ്പോർട്ടിൽ അവര് വയസ്സായ ആൾക്കാരോടും ചോദിക്കുന്നുണ്ട്. പല പല റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തൊന്ന് ഈ 2 ആയത്തൊന്ന് ശരിക്കും അർത്ഥം വെച്ച് നോക്കിയാൽ കറക്റ്റ് അതിന്റെ ആശയം കിട്ടും. വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ 2 ആളോ അല്ലെ 2 ആളിൽ ഒരാളോ നിന്റെ അടുത്ത് വാർദ്ധക്യവുമായി എത്തിയാൽ, ആ മാതാപിതാക്കൾ 2 ആളും ഒരുമിച്ച് അല്ലെങ്കിൽ 2-ൽ ഒരാള് വാർദ്ധക്യ സഹജമായ വാർദ്ധക്യത്തിന്റെ ആ ഘട്ടത്തിൽ നിന്റെ അടുത്ത് എത്തി അവര്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ചേ എന്ന് പോലും അവരോട് പറയാൻ പാടില്ല. ചേ എന്ന് പോലും അവരോട് പറയാൻ പാടില്ല. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ഇവിടെ തെറ്റിപ്പോയിണല്ലോ, ഡിസോർഡർ ആയിപ്പോയിണ്ട് വിട്ട്. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ആ എളിമയുടെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. ആ വല്ലാത്തൊരു ശൈലിയാണ് ശൈലി. അവര് വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? നിന്റെ എളിമയുടെ ചിറകുകൾ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അനുകമ്പയുടെ ആ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചെയ്യണം. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറ. അത് അവരുടെ ജീവിതകാലത്തും അവർ മരിച്ചതിന് ശേഷം ഇത് പ്രാർത്ഥിക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കും ചെയ്യണം നീ. എന്നാലും നിന്റെ ബാധ്യത കൂടൂല എന്നാണ്. നിന്റെ ബാധ്യത കൂടില്ല. പല റിപ്പോർട്ടുകൾ സഹാബികളെ അടുത്തുണ്ടായ സംഭവങ്ങൾ ഒരുപാട് നമുക്ക് ഹദീസുകൾ കാണാം. നമുക്ക് സമയക്കുറവ് വരണം, ഓരോ ഭാഗങ്ങളും സ്പർശിച്ച് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ ഇസ്രായേൽ ഈ ആയത്ത് ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ബാധ്യത പറയുന്നുണ്ട്, അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പറയുന്നുണ്ട്. അപ്പൊ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതിനെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരു ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പ്രാർത്ഥന. അവരെന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണം എന്നാണ്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മളെ മക്കളെ നമ്മൾ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന എഫക്ട് ചെയ്യില്ല. അങ്ങനത്തെ വിഷയമുണ്ട് ഇതിൽ. കണ്ടീഷൻ വെച്ചുള്ള പ്രാർത്ഥന ഖുർആനിലും ഹദീസിലും കുറവാണ്. ഇതിൽ പറഞ്ഞ അവരെന്നെ വളർത്തിയതുപോലെ എന്നാണ്. അപ്പൊ മാതാപിതാക്കളുടെ കടമയാണ് മക്കളെ സ്വാലിഹായി വളർത്തുക എന്നുള്ളത്. മക്കളെ സ്വാലിഹായി വളർത്താതെ പിന്നെ ഈ പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഔ വലതുൻ സ്വാലി, 3 കാര്യങ്ങൾ ഒരാളിൽ ബാക്കിയാവുള്ളൂ, ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. ഔ വലതുൻ സ്വാലിഹുൻ യദഉ ലഹു എന്നാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ എന്നാണ്. മക്കള് പ്രാർത്ഥന എന്നല്ല ഖുർആൻ പറഞ്ഞത്, അല്ലെ റസൂലുള്ളാഹി പറഞ്ഞത്. ഔ വലതുൻ സ്വാലിഹുൻ എന്നാണ്, സ്വാലിഹായ മക്കള്. അപ്പൊ സ്വാലിഹായ മക്കളാക്കണം എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണ്ടോ അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ് മക്കളെ വളർത്തുമ്പോൾ. അപ്പൊ അവര് നിസ്കരിക്കണ്ടോ? അപ്പൊ അത് 7 വയസ്സായി നിസ്കരിക്കാൻ പറയണമെന്നും 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവര് ശാസിക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം വെച്ചാൽ ആ തെർബിയത്താണ്.
മക്കളെ വളർത്തുന്ന തെർബിയത്തുൽ ഔലാദാണ്, മക്കളെ എങ്ങനെ വളർത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ സ്വഭാവം ഇതൊക്കെ അതില് ഫസ്റ്റ് നമ്മളിൽ ഉണ്ടാണ്ട് സംഗതി എന്താ പറയുക, എന്താ നമ്മളൊരു മാതൃക ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ മക്കളെ ഉപദേശിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കുറെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കും മക്കളെ നന്നായിട്ട് വളർത്താൻ പോലെ ഉപദേശിക്കലാണ്. ഉപദേശിക്കലല്ല, നമ്മളതിന്റെ മോഡലാവണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കളവ് പറയാതിരിക്കുക, നമ്മൾ നേരത്തെ നിസ്കരിക്കുക. നമ്മൾ കിടന്നുറങ്ങിയിട്ട് മോനോട് സുബൈക്ക് നമ്മൾ പപ്പന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് മോനെ സുബൈ നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് മനസ്സിലായോ, അവിടെ കാര്യം കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ മാതൃക ആവണം എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിന്റെ വേഷം ഇട്ടിട്ട്, ഒരു ഉമ്മ ഇസ്ലാമിന്റെ വേഷം ഇട്ടിട്ടാണ് മോളോട് പറയേണ്ടത്. എന്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ആ മക്കൾ അങ്ങനെ വളരുള്ളൂ. ഉമ്മ ഇസ്ലാമിന്റെ വേഷം ഇട്ടിട്ട് വളരുമ്പോൾ മക്കളും സ്വാഭാവികം അങ്ങനെ വളരും. ഉമ്മ ഇസ്ലാമിന്റെ വേഷം ഇട്ടിട്ട് വളരുന്നില്ലെങ്കിൽ മക്കളും അങ്ങനെ വളരൂല. പിന്നെ മക്കളെ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ ഉപദേശമല്ല. നിങ്ങൾക്കറിയില്ല റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് പറഞ്ഞത് ഒരുപാട് ക്യാമ്പും ഒരുപാട് ഖുർആൻ ക്ലാസ്സും ഇങ്ങനെ നടത്തിയിട്ടല്ല ഏറ്റവും പ്രധാനം. അവരുടെ ജീവിതം മെസ്സേജ് ആയിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നബി ഒരുപാട് ക്യാമ്പ് നടത്തിയല്ല, ഒരുപാട് ഖുർആൻ ക്ലാസ് നടത്തിയല്ല. നബി ഖുർആൻ ആയത്തിറങ്ങുമ്പോൾ ഓതി കൊടുക്കാനൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു മാതൃക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ കഴിയാതെ പോണതും അതാണ് വിഷയം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓതിക്കോളി. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم اختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. ഒരു മകനെ സ്വീകരിക്കുക എന്നുള്ള അള്ളാഹ്ക്ക് യോജിച്ചതല്ല. മാക്കാനലില്ല, അള്ളാഹ്ക്ക് പറ്റൂല. അയ്യത്തഹിദ മിൻ വലദിൻ, മക്കളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സ്വീകരിക്കുക, മക്കളെ സ്വീകരിക്കുക എന്നുള്ളത്. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അള്ളാഹു പ്യുവറാണ്, പരിശുദ്ധനാണ്. പറഞ്ഞാൽ അള്ളാഹിന്റെ കൂടെ വേറെ ഒന്നും ഒരു ചേരുവ ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും സാധനം ചേർന്നിട്ട് കൂടിയ, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടിയത് മൂന്നെണ്ണം കൂടിയ ഒന്നുമല്ല അള്ളാഹ്. അള്ളാഹ് എന്താണ്? പരിശുദ്ധനാണ്. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. ഇദാ ഖളാ അംറൻ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ. ഇദാ ഖളാ അംറൻ, അംറ് കാര്യം, ഖളാ തീരുമാനിക്കുക. ഇദാ ഖളാ അംറൻ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു, അവൻ അതിനോട് പറയും കുൻ, കുൻ എന്ന് പറയും. ഫയകൂനു, അപ്പൊ അതുണ്ടാവും. കുൻ എന്ന് പറയുമ്പോ യക്കുൻ. കാന യക്കൂൻ എന്നാണ് ഒരു വേർഡ് വരുന്നത്. കാന ആയിത്തീർന്നു, ആയിരുന്നു എന്നുള്ള കാന. കുൻ എന്ന് പറഞ്ഞാൽ നീ ആവ് എന്നാണ്, അഥവാ നീ ഉണ്ടാവ് എന്ന് അള്ളാഹു ഒരു സാധനത്തിനോട് പറയും. ഫയക്കൂൻ, അപ്പൊ അതുണ്ടാവും. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു എന്താ പറയാ? കുൻ എന്ന് പറയും, അപ്പൊ അതുണ്ടാവും. ക്ലിയർ അല്ല? ഒന്ന് പറയും. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. അതിന്റെ വാപ്പല്ലാതെ കുട്ടി ഉണ്ടായപ്പോ ജൂതന്മാർ പറഞ്ഞു അത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. ജൂതന്മാരെ വാദം അതാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞത് അതല്ല, ദൈവത്തിന്റെ പുത്രനാണ്, വാപ്പ ദൈവമാണ്, അപ്പൊ ദൈവപുത്രനാണ്. 2-3 വാദങ്ങളുണ്ട്, ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ ഓതി. ഒന്ന് അർത്ഥം പറയും. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ, മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് യോജിച്ചല്ല, അള്ളാഹ്ക്ക് ഭൂഷണമല്ല. മക്കള് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അതിന്റെ കൂടെ വേറെ സാധനം ചേരാനോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു ടീം വർക്കോ അങ്ങനൊന്നുമില്ല. ഒറ്റൊന്നാണ് അള്ളാഹു. അത് ആ അള്ളാഹു എപ്പോഴും എല്ലാറ്റിനേക്കാളും മികച്ചതാവുമാണ്. അപ്പോഴേ അള്ളാഹ്ക്ക് പ്രത്യേകത ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊക്കെ പടപ്പിനിടാൻ പാടില്ലാത്ത, അപ്പോഴേ അള്ളാഹു മാത്രം എന്നുള്ള വിഷയം വരുള്ളൂ. വഹദാനിയത്ത്, അതിനെ വഹദാനിയത്ത് പറയാം. കെലിമത്തു തൗഹീദ് എന്നാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തു തൗഹീദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ്. അപ്പോ ഈ തൗഹീദിന്റെ കെലിമത്ത്, അതിന്റെ സിഫത്തുകളൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനും വേറൊരു പടപ്പിന് യോജിക്കാൻ പറ്റൂല, അത് ഉണ്ടാകാൻ പറ്റൂല. അള്ളാഹു മാത്രം ആയിക്കോ എല്ലാ വിഷയത്തിലും. അതാണ് 99 പേര്. 99 പേരും അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ വേറൊരാളെ കൂടിച്ചേരാൻ പറ്റില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു മാത്രം, അള്ളാഹു ഒറ്റക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയത്.
ആരാ അള്ളാഹു? അള്ളാഹിനെ പറ്റി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോഴാണ് മറുപടി എന്താ? കുൽ, നബി പറഞ്ഞു കൊടുക്കുക, ഹു അല്ലാഹു അഹദ്, അവൻ ഒന്നാ, ഒറ്റൊന്നാ. അള്ളാഹു സമദ്, അവന് നിരാശ്രയനാണ്. അഥവാ എല്ലാവരും അവനെ ആശ്രയിക്കും, അവനെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് സമദ്. എല്ലാ ആൾക്കാരും അവനെ ആശ്രയിക്കണം, അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും മകനല്ല, അവൻ ആരുടെയും വാപ്പിയല്ല. അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടിട്ടില്ല. എന്നാണ് കുട്ടിയല്ല, വാപ്പിയല്ല. അള്ളാഹു വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ലോകത്ത് വേറെ ആരുമില്ല. അപ്പൊ അവന് തുല്യനായി ലോകത്ത് വേറെ ആരുമില്ല. അവൻ ഏകനാണ്, അവൻ ആരുടെയും വാപ്പല്ല, അവൻ ആരുടെയും മകനല്ല. അവൻ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്, അവൻ ഒറ്റയാണ്. അതാണ് അള്ളാഹു. ഇവിടെ ഈസാ നബിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറ്റേ ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞ വാദങ്ങളാണ് ഈസാ നബി ദൈവപുത്രനാണ്, ദൈവമാണ്, ത്രിമൂർത്തികളിൽ ഒരാളെന്നൊക്കെ വാദമുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി എന്നോട് വിശദീകരിക്കാം. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷിതാവ് എന്ന് പറഞ്ഞാല് രക്ഷ നൽകുന്നവൻ, നമ്മളെ ജീവിതത്തിൽ രക്ഷിക്കുന്നവൻ അള്ളാഹു ആണെന്നുള്ള ബോധ്യം നമുക്കില്ല. മുസ്ലിം സമൂഹത്തിന് പൊതുവെ കുറഞ്ഞു പോയതുകൊണ്ടാണ് രക്ഷ കിട്ടാൻ വേണ്ടി പല സ്ഥലത്തും പോകുന്ന ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ആദ്യം ഇറങ്ങിയ വചനങ്ങളിൽ ഒക്കെ രക്ഷിതാവ് എന്നാണ് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയത്. ഇക്കറ ബിസ്മി റബ്ബിക, റബ്ബ് കണ്ടില്ലേ, നമ്മളെ നേരത്തെ പറഞ്ഞാണ്. വളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക, അവിടെ റബ്ബാ പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, ഇതൊക്കെ ആദ്യം ഇറങ്ങിയ ആയത്തുകളാണ്. ആദ്യം ഇറങ്ങിയ ആയത്തുകൾ അതൊക്കെ. അതിലൊക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ് എന്നാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? എനിക്കൊരു രക്ഷിതാവ് ഉണ്ട് എന്ന് എനിക്ക് ശരിക്കും മനസ്സിക്ക് ഇറങ്ങിയാൽ ഞാനൊക്കെ ആ രക്ഷിതാവിനോടാ പറയാ കാര്യങ്ങൾ. മുസ്ലിം സമൂഹത്തിന് ഇത് ഇല്ലാത്തതുകൊണ്ടാണ് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ജാറത്തേക്ക് പോണത്, അതുപോലെ തന്നെ ജാറത്തേക്ക് നേർച്ചയാക്കണത്, ജാറത്തുള്ളവരോട് പ്രാർത്ഥിക്കണത്. ഈ റബ്ബ് ക്ലിയർ ആയില്ല. അപ്പൊ അള്ളാഹു ആണ്. ചില സംഗതി നോക്കിയാൽ നമ്മളെ മക്കയിലെ മുശ്രിക്കുകളെക്കാളും കഷ്ടമാണ്. ഇന്നലെ ഞാനൊരു വാട്സപ്പിലെ സന്ദേശം കേട്ടു, വലിയൊരു ഷെയ്ഖിന്റെ സന്ദേശം. അയാൾ ഇയാളെ പറ്റിയാ പറയുന്നത്. നമ്മളെ CM പിണറായി അല്ല, CM മറ്റേ വടവൂര്, CM വടവൂര്, മൂപ്പരെ പറ്റി പറയുന്നത്. മൂപ്പരാണ് സകലും നിയന്ത്രിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച്, മക്കയിലെ മുശ്രിക്കുകളോട് ആരാണ് ലോകത്തെ നിയന്ത്രിക്കണമെന്ന് വെച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പറയും അള്ളാഹ്ണ്. മക്കയിലെ ഒറിജിനൽ മുശ്രിക്കുകൾ അള്ളാഹ്ണെന്നാ പറയുന്നത്. നമ്മളെ ആൾക്കാർ പറയുന്നത് ഫൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്ത് ഓതിയിട്ട് അതല്ല, പല ആൾക്കാരാണ് CM ഒക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. എവിടുത്തെ ഈ സമൂഹത്തിന്റെ അവസ്ഥ? മക്കയിലെ മുശ്രിക്കുകളെക്കാളും അപകടം നിറഞ്ഞ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നിട്ട് അതിന് കുറെ കൗമ് തെക്കുവീറല്ല. നമ്മളെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. രക്ഷിതാവ് അള്ളാഹു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ രക്ഷിതാവിനോട് ചോദിക്കോളൂ, രക്ഷിതാവിനോട് പ്രാർത്ഥിക്കോളൂ. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്ത് സങ്കടവും എന്ത് പ്രയാസവും എന്ത് ബുദ്ധിമുട്ടും റബ്ബിനോട് പറയാ, അള്ളാഹിനോട് പറയാ. അള്ളാഹു ആണ് അതിന് പരിഹാരം തരാ, വേറെ പരിഹാരം തരാൻ കഴിയില്ല. മാത്രല്ല അള്ളാഹു ഒരു കാര്യം വിചാരിച്ചാലാണ് കിട്ടുള്ളൂ. അള്ളാഹു തീരുമാനിക്കണമെങ്കിൽ വിചാരിക്കണേ നമ്മൾ കെഞ്ചി പറയണം പഠിച്ചവനോട്, പഠിച്ചവനെ എനിക്ക് ഇത് ഇന്ന രൂപത്തിൽ താ, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ അള്ളാഹു തരുള്ളൂ. വേറെ ആരോടെയും പറഞ്ഞാല് അള്ളാഹ്ക്ക് തരാനുള്ള യാതൊരു ബാധ്യതയില്ല. നമ്മൾ നാഗൂര് പോയി പറഞ്ഞ്, അജ്മീർ പോയി പറഞ്ഞ്, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞ്, അല്ലെങ്കിൽ ബദ്രീങ്ങളോട് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ്ക്ക് തരാനുള്ള യാതൊരു ബാധ്യതയില്ല. നമ്മൾ അള്ളാഹിനോട് പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ബദ്രീങ്ങളോടാണ്, നമ്മൾ പറഞ്ഞ മുത്തുനബീനോടാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്താലാണ് അതിന് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. റബ്ബീ വ റബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും റബ്ബാണ്. ഫഅ്ബുദൂഹു, നിങ്ങൾ അവനോട് ഇബാദത്ത് ചെയ്യുക, അവനെ ഇബാദത്ത് ചെയ്യുക. ഫഅ്ബുദൂഹു, ഇബാദത്ത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള എഗ്രിമെന്റ് ആണ്. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്? ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയും എന്റെ അടിമ പുകഴ്ത്തിയിരിക്കുന്നു, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ള നമ്മളെ എഗ്രിമെന്റാണ്, അള്ളാഹുമായിട്ടുള്ള കരാറാണ്. ആ കരാറ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇനി അള്ളാഹ്ക്ക് തരാനുള്ള യാതൊരു ബാധ്യതയില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയും നമ്മൾ അള്ളാഹിനെ ഒഴിവാക്കണില്ല, നമ്മൾ ഒരു കൂട്ടർ വാദിക്കണേ നമ്മൾ അള്ളാഹിനെ ഒഴിവാക്കിയിട്ടല്ലോ. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാ പറയാ. എന്നാലും മക്കയിലെ മുശ്രിക്കുകള് തെൽബിയത്ത് ചെല്ലുമ്പോ, അവർ ഹജ്ജിന് പോകുമ്പോ തെൽബിയത്ത് ചെല്ലുമ്പോ അവരും അതേ വാദം ഉന്നയിച്ചു, അള്ളാഹു നീ കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കണമെന്നാ.
അതന്നെ നമ്മൾ കൂട്ടരും പറഞ്ഞു, നമ്മളെ ആൾക്കാരും പറഞ്ഞാൽ തന്നെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് നമ്മൾ ചോദിക്കണത്. പിന്നെ സൂറത്തു ജിന്നിൽ ആയത്തുണ്ട്, ഇന്നൽ മസാജിദ ലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്നാണ്. പള്ളികൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ മറ്റാരോട് പ്രാർത്ഥിക്കരുത്. അള്ളാഹിനോടും പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് കൂടെ മറ്റവരോടും പ്രാർത്ഥിക്കുക. നിസ്കാരത്തിലൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, നിസ്കാരം കഴിഞ്ഞ് വീഴാൻ പോകുമ്പോൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ കാക്കണേന്ന് പറയാം. അത് മഅല്ലാഹ് നിങ്ങളെ സൂറത്തു ജിന്നിൽ ആയത്ത് നിർത്തി, വന്നൽ മസാജിദ ലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ മറ്റവരോട് പ്രാർത്ഥിക്കരുത്. അപ്പൊ ഫഅബ്ദൂഹു എന്താണ് ഇബാദത്ത്? എന്താണ് ഇബാദത്ത്? അള്ളാഹിനെ ആരാധിക്കുക. ഫഅബ്ദൂഹു അവനോട് നിങ്ങൾ ആരാധിക്കണം. എന്താണ് ആരാധിക്കാൻ? പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന ആരാധന. അപ്പൊ പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥിക്കണത് അള്ളാഹുവിനോടാവുമ്പോ അള്ളാഹുവിനെ ആരാധിക്കലായി, പ്രാർത്ഥിക്കണത് മറ്റു വല്ലവരോടാണെങ്കിൽ മറ്റു വല്ലവരെയും ആരാധിക്കലായി. അത് ആരായാലും നേർക്കില്ല. അതിൽ മുസ്ലിം ക്രിസ്ത്യാനി ജൂതനൊന്നുമില്ല. പ്രാർത്ഥിക്കപ്പെടുന്ന ആള് മുസ്ലിം ആണെങ്കിൽ അത് ശരിയും, പ്രാർത്ഥിക്കപ്പെടുന്ന ആള് ക്രിസ്ത്യാനി ആണെങ്കിൽ അത് തെറ്റുന്നല്ല. ആരോട് പ്രാർത്ഥിച്ചാലും തെറ്റാ, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് പറഞ്ഞത്. ക്ലിയർ ആയി പറഞ്ഞത്? നമ്മൾ പറയുന്ന വിഷയം തന്നെ ഈസാ നബിനെ പറ്റിയാണ്. പ്രാർത്ഥിക്കപ്പെടുന്ന ആള് മുസ്ലിം ആയാൽ ശരിയാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ശരിയായ ഈസാ നബിയോട് പ്രാർത്ഥിക്കലാണ്, അല്ലേ? മാത്രമല്ല ഈസാ നബി മരിച്ചിട്ടുമില്ല, ഈസാ നബി ആകാശത്ത് ജീവിച്ചിരിക്കുക. അപ്പൊ ഈസാ നബിയോട് പ്രാർത്ഥിക്കലാണ് ഏറ്റവും ശരി നമ്മൾ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന ജനസംഖ്യയിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പണിയാണ് ശരി നമ്മൾ പറയേണ്ടി വരും. അവർ ഈസാ നബിയോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കപ്പെടുന്ന ആളെ നോക്കിയിട്ടല്ല ശരി തെറ്റും തീരുമാനിക്കരുത്. അള്ളാഹിനോടല്ലാതെ ആരോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാണ് സിറാത്തു മുസ്തഖീം. നൂറൈൻ എന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, രണ്ട് പ്രകാശം. ആ രണ്ട് പ്രകാശം കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം തരുന്ന ഉറപ്പാണ്. ഒന്ന് സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റിൽ ആയത്ത് ആമിൻ റസൂൽ മുതലുള്ളത് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നതാണ്. രണ്ടാമത്തേത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് ആമീൻ വരെയുള്ള ആ ദുആ, അത് പ്രാർത്ഥിച്ചാലും ഉത്തരം തരുന്ന ഉറപ്പ് പറഞ്ഞതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ. ഓക്കെ, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും റബ്ബാണ്, രക്ഷിതാവാണ്, രക്ഷകനാണ്. ഫഅബ്ദൂഹു അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവനോട് നിങ്ങൾ ആരാധിക്കുക, അവനെ നിങ്ങൾ ആരാധിക്കുക. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാണ് ശരിയായ വഴി. ഹദീസ്, അതിന്റെ വിശദീകരണമുള്ള ഹദീസ് ആയതുകൊണ്ടാണ് കൂട്ട് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, ജൂതന്മാര് 71 കക്ഷികളായി പിരിഞ്ഞു. സമുദായത്തിലുള്ള ഭിന്നിപ്പിനെ പറ്റി പറയുന്നത്. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ വ ഇഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ, ക്രിസ്ത്യാനികൾ 72 പാർട്ടിയായി, ജൂതന്മാർ 71 പാർട്ടിയായി, ക്രിസ്ത്യാനികൾ 72 പാർട്ടിയായി. വസതഫ്തറഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 പാർട്ടിയാവും. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. റസൂലിന്റെ പ്രവചന. ജൂതന്മാർ 71 കക്ഷിയായി, ക്രിസ്ത്യാനികൾ 72 കക്ഷിയായി, എന്റെ ഉമ്മത്ത് 73 കക്ഷിയാവും. ഇത് പല പണ്ഡിതന്മാരും പറഞ്ഞത് ആ കറക്റ്റ് എണ്ണം നോക്കി പറഞ്ഞ് എന്നുള്ള അർത്ഥത്തിലല്ല, മറ്റ് സമുദായങ്ങളിലേക്കാളും ഭിന്നിപ്പ് എന്റെ സമൂഹത്തിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കൂട്ടത്തിൽ ഉണ്ടായ ഭിന്നിപ്പിനേക്കാളും എന്റെ ഉമ്മത്തിൽ കൂടുതൽ കക്ഷികൾ ഉണ്ടാവും. നബി പറഞ്ഞ കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒറ്റ കക്ഷി ഒഴികെ എല്ലാവരും നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് നബി ആ ഒറ്റ കക്ഷി? സ്വർഗത്ത് പോകുന്നു പറഞ്ഞ ഒറ്റ കക്ഷി ഏതാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വസ്ഹാബി, ഞാനും സഹാബികളും ഏതിൽ നിലകൊണ്ടോ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഞാനും സഹാബികളും എന്തിലാണ് നിലകൊണ്ടത്, ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത്, അത് നോക്കി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രം സ്വർഗത്തിൽ, ബാക്കി എല്ലാ കക്ഷികളും നരകത്തിലാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത്. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, മതത്തെ ഭിന്നിപ്പിക്കുകയും കക്ഷികളാക്കി തീർക്കുകയും ചെയ്ത ആൾക്കാർ. മിനല്ലദീന ഫറഖൂ ദീനഹും, അവരെ മതത്തെ അവർ ഭിന്നിപ്പിച്ചു. വകാനൂ ശിയഅൻ, എന്നിട്ട് പല കക്ഷികളായി മാറി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷിക്കാരും തങ്ങളെ എടുത്തുള്ളതിനെ പറ്റി വളരെ സന്തുഷ്ടരാ. നോക്കിയാ കാണാം, എല്ലാ ടീമും അവനാന്റെ എടുത്തുള്ളതിനെ പറ്റി ഭയങ്കര സമാധാനത്തില. അങ്ങനെ തന്നെയാണ്, നമ്മൾ മാത്രം സ്വർഗത്തിൽ, ബാക്കിയൊക്കെ എല്ലാവരും നരകത്തിന്റെ ആൾക്കാർ എന്നാണ് പറയാ. റസൂൽ പറഞ്ഞ ഞാനും എന്റെ സഹാബികളും ഏതിൽ നിലകൊണ്ടോ അത് എന്നാണ്.
അതിന് പേരൊന്നും നോക്കണമെന്നില്ല, ഇന്ന കക്ഷിന്റെ പേര് നോക്കണമെന്നില്ല. അപ്പൊ നമുക്കറിയാലോ, നമ്മളെ ഈ കാലത്ത് പണ്ട് കാലത്ത് മദ്ഹബി പക്ഷപാതിത്വമായിരുന്നു കൂടുതൽ. മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ് പറയുന്നത് ഭയങ്കര കക്ഷിത്വം, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം വെച്ചാല് സംഘടനാ ഗ്രൂപ്പിസം, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മൾ നോക്കിയാൽ കാണാം, സംഘടനയുടെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും. ദീനല്ല പ്രധാനം, സംഘടനയാണ്. സംഘടനന്റെ ആ സീറ്റ്, സംഘടനന്റെ കസാല, സംഘടനക്ക് വേണ്ടി ഇതാക്കുക, അതിന് വേണ്ടി മത്സരിക്കുക. ദീനിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. സംഘടന വേണം. സംഘടന ഇല്ലാതെ ഒറ്റക്ക് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കൊടുങ്ങല്ലൂർ നിന്നാണ് ഇത് ഉണ്ടായത്. പക്ഷെ കൊടുങ്ങല്ലൂർ ഇപ്പം സാധനം കുറവാ. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ ഒരു ടീം വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. മലബാർ ഏരിയയിൽ ടീം വർക്ക് ഉണ്ടായതുകൊണ്ട് ആളുകൾ കൂടുതലുണ്ടായി. ടീം വർക്ക് നിർബന്ധമാണ്. അതാണ് സംഘടന, കൂട്ടായ്മ, അതാണ് സംഘടന. പക്ഷെ അതെന്താണ്? ദഅവത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ദഅവത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞത്. അത് ദീന് താഴെയും സംഘടന മുകളിലായി പോയാൽ എന്താവുന്ന അറിയോ പ്രശ്നം? അത് തലമറിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സംഘടന ആവശ്യമാണ്, സംഘാടനം അല്ലെങ്കിൽ കൂട്ടായ്മ ഒക്കെ വളരെ ആവശ്യമാണ്. കാരണം ഒരാൾക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ ആ കൂട്ടായ്മയിൽ ദീനിനും ദഅവത്തിനും ഖുർആനിനും പഠനത്തിനും ഒക്കെ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. അല്ലെങ്കിൽ തല കുത്തനെ മറിഞ്ഞു പോയാൽ പിന്നെ ദീനിന്റെ നിർദ്ദേശങ്ങളൊന്നും അവിടെ പാലിക്കപ്പെടാതെ പോകും. അതാണ്. അടുത്തായിട്ട് വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. നേർമാർഗം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിനോട് മത്സരം നടത്തിയാൽ, എതിരിട്ടാൽ, വമൻ യുശാഖിഖിർ റസൂൽ, റസൂലിനോട് ഒരാൾ എതിരിടണം, തർക്കിക്കണം. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹിദായത്ത് ക്ലിയർ ആയതിനു ശേഷം, നേർമാർഗം ക്ലിയർ ആയതിനു ശേഷം ഒരാൾ റസൂലിന് പ്രവർത്തനത്തിനോട് എതിരായി പ്രവർത്തിക്കണം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അവൾ ഫോളോ ചെയ്യുകയാണ്. രണ്ട് കാര്യം. ഒരു സംഗതിയിൽ ഹിദായത്ത് ക്ലിയർ ആയി, നേർമാർഗത്തിന്റെ വഴി എന്താണെന്ന് അയാൾക്ക് ക്ലിയർ ആയി, എന്നിട്ടും അയാൾ റസൂലിനെ എതിരിടുക, റസൂലിനോട് എതിരായി പ്രവർത്തിക്കുക. മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റു വഴികൾ അയാൾ സ്വീകരിക്കുക. അങ്ങനെ ഒരാൾ സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവന് തിരിഞ്ഞയിടത്തേക്ക് നമ്മൾ അവനെ തിരിക്കുന്ന ഒരു പേടിപ്പിക്കുന്ന ആയത്താണ്. ഒരാൾക്ക് ഹിദായത്ത് ഒരു വിഷയത്തിൽ എന്താണ് സത്യം എന്ന് ബോധ്യപ്പെട്ട്, പിന്നെ സത്യം ബോധ്യപ്പെട്ടാൽ ആളുകൾ അംഗീകരിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സംഘടന തലകേറിയ ആൾക്കാരാ. ഓൽക്ക് എന്റെ നേതാവ് ഇങ്ങനെ പറഞ്ഞില്ല, എന്റെ നേതാവ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇത് അംഗീകരിക്കാതിരിക്കുക. ഇവിടെ പറഞ്ഞത് ഹിദായത്ത് എന്താണെന്ന് ക്ലിയർ ആയി ഒരാൾക്ക്, എന്നിട്ട് അയാൾ റസൂലിന്റെ നിർദ്ദേശത്തോട് എതിരിട്ടാൽ അയാള് എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പൊ റസൂലിനോട് എതിരിടുന്നു, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴി അവർ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ പോണ ആൾക്കാർ പോണോട്ടേക്ക് പോട്ടെ എന്നുള്ള വിചാരിക്കുന്നു. ഏത് വഴിക്ക് പോയച്ചാൽ അയാളാണ്ട് പോയിക്കോട്ടെ എന്നുള്ള വിചാരിക്കുന്നു. വല്ലിഹി മാത്രമല്ല എന്നാണ്. അവൻ തിരിഞ്ഞയിടത്തേക്ക് നമ്മൾ അവനെ തിരിക്കും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് അവനെ കരിക്കും ചെയ്യും. ബർലോത്ത് വസാത്ത് മസീർ, എത്ര മോശമാണ് അവന്റെ മടക്കം. അപ്പൊ ഇവിടെ പറയണത് വ്യത്യസ്ത കക്ഷികളാക്കി, വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് യഥാർത്ഥം എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ഗ്രൂപ്പിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ നമുക്ക് നോക്കിയാൽ കാണാം. ചില സംഗതികൾ ഇന്നതാണ്, ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടുണ്ടോ, പക്ഷെ എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിക്കുക. അതിൽപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുദബ്ബിറാത്തി അംറ. മക്കയിലെ മുശ്രിക്കുകളടക്കം ലോകത്തെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയാം. എന്നിട്ട് അതിനുള്ള മധുഹാണ്. ഇപ്പൊ വേറൊരു ചങ്ങായി ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഈ CM-ന്റെ മധു പാടുന്നത് നല്ല രസമാണ്. പാട്ടൊക്കെ കേട്ടാൽ നല്ല രസമായി തോന്നും, ഭയങ്കര രസ ഈണത്ത് പാടുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കര അപകട. 7 ആകാശത്തിന് 7 ഭൂമിന്റെ ഒക്കെ മേലെയാണല്ലോ ഇയാള്. ആര്? ഈ CM. ഇത് പാട്ട് പാടിയിട്ട് ആളുകളെ തെറ്റിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി മധു കയറിയ. നമ്മൾ ആലോചിക്കുന്നതിന്റെ അവസ്ഥ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഏത് വിഭാഗം ആളുകളും ഖുർആനും സുന്നത്തിനെതിരാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. എത്ര വലിയ നേതാവാണെങ്കിലും ശരി, ഖുർആനും സുന്നത്തിനെതിരാണ് പറയണമെങ്കിൽ അവൻ പോണോട്ട് അല്ലാഹു തിരിക്കുന്നവർ. നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞയിടത്തേക്ക് നമ്മൾ അവൻ തിരിച്ചിടും, പിന്നെ നരകത്തിലിട്ട് അവനെ കരിക്കും ചെയ്യുന്നതാണ് അല്ലാഹു പറയുന്നത്. ഖുൽ ഹാദിഹി സബീലി, റസൂലെ പറയാ, ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ മാർഗം. അദുഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, നല്ല ദൃഢബോധ്യത്തോടു കൂടി, ഉൾക്കാഴ്ചയോട് കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നത്. വെറുതെ ക്ഷണിക്കല്ല. ഇതാണ് എന്റെ മാർഗം, ഇതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ദൃഢബോധ്യത്തോടെ, ദീനി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ്. ആന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റി വരും, അതാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളെ കൊടുത്തപ്പെട്ടവൻ, അല്ലാഹു പരിശുദ്ധനാണ്. അപ്പൊ നമ്മള് ഒരു കാര്യം കൂടെ അതിൽ മനസ്സിലാക്കുക, വിവരമില്ലാതെ ദഅവത്തിന് ഇറങ്ങും ചെയ്യരുത് കേട്ടോ. ബസീറത്തോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ സംഗതി ഒരാളോട് പറയാൻ പോകുമ്പോ അതിനെപ്പറ്റി കുറച്ചൊന്ന് പഠിച്ചിട്ട് ഇറങ്ങുക. അപ്പം പഠിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാണ്ടാണ് ചിലപ്പോൾ എന്തേ അപകടം ഉണ്ടാവും, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇറങ്ങിയത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ദൃഢബോധ്യവും, ഒരു വിഷയം, എല്ലാ വിഷയം എല്ലാവർക്കും പഠിക്കണം എന്നൊന്നുമില്ല. ഒരു വിഷയത്തിൽ നമ്മൾ പറയണേ, ഇപ്പൊ തൗഹീദ്
അപ്പൊ തൗഹീദ് എന്താണെന്ന് നമ്മൾ പഠിക്കുക. തൗഹീദിൽ എത്ര തൗഹീദിനെ തിരിക്കുക. തൗഹീദ് റുബൂബി എന്താണ്, തൗഹീദുൽ ഉലൂഹി എന്താണ്, അതെന്താണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം, അത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ഒരു ബോധമൊക്കെ നമുക്ക് ഉണ്ടാവണം എന്നാണ് ഈ പറയുന്നത് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ ഒരിക്കൽ ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ ബിയദിഹി, നബി ഇങ്ങനെ മണലിൽ ഒരു വരങ്ങനെ വരച്ചു. മണലിൽ നേരെ ഒരു വരങ്ങനെ വരച്ചു. സുമ്മഖാൽ, എന്നിട്ട് പിന്നെ റസൂലുള്ള പറഞ്ഞു, ഹാദാ സബീലുല്ലാഹിൽ മുസ്തഖീം, ഇതാണ് അള്ളാഹുവിന്റെ ശരിയായ വഴി. നേരെ വരച്ച ഇതാണ് അള്ളാഹുവിന്റെ ശരിയായ വഴി. പിന്നെ നബി ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, ഇടത്തേക്കും വലത്തേക്കും കുറെ വരകൾ അങ്ങനെ വേറെ വരച്ചു. നബി ഇങ്ങനെ കുറെ വര ഇങ്ങോട്ടും ഇടത്തേക്കും വലത്തേക്കും നബി കുറെ വര വരച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ആദിഹി സുബുൽ, ഈ വഴികള് ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനു യദഉ ഇലൈഹി, ഇതൊക്കെ ശൈത്താന്മാരെ വഴിയാണ്, ശൈത്താന്മാരെ വിളിക്കണ വഴിയാണ്. ഒക്കെ ദീന്റെ പേരിലാവും വിളിക്കുക, പക്ഷെ ഒക്കെ ശൈത്താന്മാരെ വഴിയാണ്. സുമ്മ ഖറ, എന്നിട്ട് പിന്നെ നബി ഓതി ഒരായത്തോതി. അങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നബി ഓതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ഇതാണ് എന്റെ ശരിയായ വഴി, ഇതിലൂടെ നിങ്ങൾ ചലിക്കണം, മറ്റു വഴികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്ലാമിന്റെ പേരിൽ തന്നെ, അതിലൂടെ നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങൾ പോയാൽ തഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ യഥാർത്ഥ വഴിയിൽ നിന്ന് ഭിന്നിച്ചു പോകും, നിങ്ങൾ വേറെ കക്ഷികളായി പോകും. അത് ശ്രദ്ധിക്കുക, നേരായ വഴി പോവുക. നേരത്തെ ഹദീസ് കൂടെ കൂട്ടി മനസ്സിലാക്കുക. നേരായ വഴി ഏതാ? ഞാനും എന്റെ സഹാബികളും ഏതിൽ ചരിച്ചുവോ ആ വഴിയാണ് ശരിയായ വഴി, സിറാത്ത് മുസ്തഖീം. അതിലേക്കാണ് നമ്മൾ പോവേണ്ടത്, അതിലെത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതെന്നാണ് പറഞ്ഞതിന്റെ ആശയം. ഈ സൂറത്തുൽ മുൽക്ക് കണ്ടില്ലേ ഒരായത്ത്, മുഖം കുത്തി നടക്കുന്നവനാണോ നേർമാർഗത്തിലെത്തുക, അതല്ല നേരെ നിന്ന് മുന്നോട്ട് നോക്കി നടക്കുന്നവനാണോ നേർമാർഗത്തിലെത്തുക? ആയത്ത് ഓർമ്മയുണ്ടോ? മുഖിബൻ അലാ വജിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്ത് മുസ്തഖീം പറഞ്ഞു. അള്ളാഹ് ചോദിക്കാണ്, മുഖം കുത്തി ഇങ്ങനെ മുന്നോട്ട് പോവുക, മുന്നോട്ടൊന്നും നോക്കാതെ മുഖം കുത്തിയിട്ട് ഇങ്ങനെ പോണ ഒരാളാണോ ശരിയായ റൂട്ടിൽ കൂടെ പോകാൻ കഴിയുക, അതല്ല നേരെ നിന്നിട്ട് മുന്നോട്ട് നോക്കി സൈൻ ബോർഡൊക്കെ നോക്കി എല്ലാം ക്ലിയർ ആക്കി മുന്നോട്ട് പോകുന്നവനാണോ സിറാത്ത് മുസ്തഖീമിലെത്തുക? എന്താ ആരെത്തുക? അതാണ് നമ്മൾ അന്ധമായി ഒരാളെ അനുകരിച്ച് പോയാൽ ഈ മുഖം കുത്തി പോണ അതിന്റെ മാതിരിണ്ടാവും. ഒരാളെ ബാക്കിൽ ഇങ്ങനെ പോവുക, എന്താണ് അയാൾ പറഞ്ഞതെന്നോ അയാൾ പറഞ്ഞ തെളിവ് എന്താണെന്നോ നോക്കാതെ നമ്മൾ ഇങ്ങനെ തക്ലീദ് ചെയ്യുക, അതിനാണ് അന്ധമായ അനുകരണം എന്ന് പറയുക. അന്ധമായ തക്ലീദ് എന്നാണ് ഇവർ, തക്ലീദ് പാടില്ല. എന്നാൽ ഇത്തിബാണ് മറ്റത്. എന്നാൽ നമ്മൾ നേരെ നിന്നിട്ട് നോക്കിയിട്ട് പോവുക, എന്നാൽ ഖുർആൻ സുന്നത്തൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് പോകേണ്ടത്. അല്ല എന്റെ വാപ്പ വൈക്കാ പോയത് അതുകൊണ്ട് ഞാൻ അതിലെ പോവുക, അല്ല എന്റെ പാപ്പ അതിലേ പോയത്, അല്ലെ നാട്ടുകാരൊക്കെ അതിലേ പോണ്, അങ്ങനെയല്ല. നേരെ നമ്മൾ നിൽക്കുക, നിന്നിട്ട് നോക്കുക, ബോർഡൊക്കെ നോക്കുക, എന്നിട്ട് നേരെ പോകുന്ന ആളാണ് ലക്ഷ്യത്തിലെത്തുക. ഇതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. ഖുർആനും ഹദീസും പഠിക്കുക, പഠിച്ചിട്ട് അതിൽ ശരിയായ വിശ്വാസം, അപ്പോഴേ നമുക്ക് യഖീൻ ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ ഒരാളെ പ്രസംഗം കേട്ട് അതാ ശരിയാണ്, അപ്പൊ വേറൊരാളെ പ്രസംഗം ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയും അതാ ശരിയാണ്. പിന്നെ അവസാനം ചോദിക്കും നമ്മൾ എന്താ ചെയ്യുക, അവനല്ല അങ്ങനെ പറഞ്ഞു, ഇയാളല്ല എങ്ങനെ പറഞ്ഞു. ഈ പ്രത്യേകിച്ച് ഈ തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടമാനം പ്രസംഗങ്ങൾക്ക് യൂട്യൂബ് കാണാം. മിക്കവാറും ഷിർക്കിന്റെ കൂടാരങ്ങളാണ് പ്രസംഗങ്ങൾ. ഷിർക്കിന് ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ ജാറവും ദർഗിയൊക്കെ. അതിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എപ്പോഴും നിങ്ങൾ ഒരു ഉസ്താദിനെ കൂട്ടണം. എന്തിനാ പറയണേ? മനസ്സിലായോ എന്തിനാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും നബിനെ കൂട്ടി പോണ്ടേ? നബിന്റെ കാലത്ത് എല്ലാവരും നബിനെ കൂട്ടിയിട്ട് പോണ്ടേ? മരിച്ചോടത്തേക്ക് ദുആ ചെയ്യാനും കല്യാണത്തിന് ദുആ ചെയ്യാനും എല്ലായിടത്തും പോണ്ടേ? ഇനിയിപ്പോ അത് പ്രാക്ടിക്കലോ? എപ്പോഴും ദുആ ചെയ്യാൻ ഉസ്താദിനെ കൂട്ടാൻ പറ്റുമോ? ഇപ്പൊ ബാത്റൂം കയറുമ്പോൾ പ്രാർത്ഥിക്കണോ? അപ്പൊ എന്താ ചെയ്യാ? ഉസ്താദിനെ കൂട്ടാൻ പറ്റുന്നിടത്തല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. പല സമയത്ത് ഉസ്താദിനെ കൂട്ടാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് പറഞ്ഞാണ്ട് അടിച്ചു വിടുക തന്നെ. ഉസ്താദുമാരില്ല, ഞങ്ങൾ ഒറ്റക്ക് പോയിട്ട് ചെയ്ത് പ്രാർത്ഥിക്കരുത്. കബറിനെടുത്ത് പോകണമെങ്കിൽ നിങ്ങൾ ഉസ്താദിനെയും കൂട്ടി പോകണം, അപ്പോഴേ അതിനൊരു ഇതുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊന്നും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല എന്നാ. അതല്ല, അവിടുന്ന് മാറിയിട്ട് നമ്മളെപ്പാക്ക് വേണ്ടി നമ്മളെ മനസ്സെന്നാ പ്രാർത്ഥിക്കണ്ടത്. ഉസ്താദ് എന്ത് പറയുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കൊരു ബസീറത്ത് വേണം, ഒരു ഉൾക്കാഴ്ച വേണം, ഒരു ദൃഢബോധം വേണം. എന്തുകൊണ്ട് ഞാൻ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു? ഒരാള് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ജാറത്തിനവിടെ പോയില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാറത്ത് പോയിട്ടില്ല, അയാൾ ഇസ്ലാമിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാൾ ഒരു ഖബർ സിയാറത്ത് പോലും നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അയാളെ ജീവിതത്തിൽ ഒരു പ്രശ്നം, ഈമാൻ ഒരു പ്രശ്നമില്ല. അയാൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്നാ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ മാത്രത്തിന്റെ വിഷയത്തിലാണ്, അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹിന്റെ കൂടെ അവിടെ
കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ എനിക്ക് പറയാനുള്ളത് സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് അവനാൻ പഠിക്കണം. അത് ഓരോരുത്തർ പിന്നാലെ അങ്ങനെ അന്ധമായി പോയാൽ മനസ്സിലാവില്ല. ആ പഠിക്കുന്ന പണി നമ്മളെ ഡ്യൂട്ടിയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയം, എന്താണ് ഖുർആനിൽ പറഞ്ഞ ഇബാദത്ത്, എന്താണ് ഖുർആനിൽ വിശദീകരിച്ചത്, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്, നമ്മൾ ഖുർആനിൽ പഠിക്കണം. അപ്പൊ നമ്മളെ വിശ്വാസമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കാം. നമുക്ക് മുനാഫിക്കളുടെ സ്വഭാവം എന്താണ് നമ്മൾ ഖുർആനിൽ പഠിക്കണം. ഇത് നമ്മൾ പഠിക്കാനൊന്നും നോക്കാതെ കുറച്ച് ഉസ്താദന്മാരെ ഏൽപ്പിച്ചാൽ നമ്മളെ പഠിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് കാര്യം നമുക്ക് യഖീൻ കിട്ടൂല, ബസീറത്ത് ഉണ്ടാവില്ല. അപ്പൊ ദൃഢബോധ്യം ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു വിഷയം പഠിക്കണം. ഖുർആനും ഹദീസും പഠിക്കണം. വേറെ ഒരു പിന്നിലും ഒരു മെമ്പർഷിപ്പും കൂടെ എടുക്കണമെന്നില്ല. ഞങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചോദിച്ചാൽ അവനാന്റെ വിശ്വാസം ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വര നേരിട്ട് വരച്ചിട്ട് പറഞ്ഞു, ഇത് ഒറ്റ രേഖ, ഇത് മാത്രമാണ് നേർവഴി, ബാക്കി കുറെ വഴികൾ നിങ്ങൾക്ക് കാണാം എടുത്തുക്കും വലത്തുക്കൊക്കെ. അതാണ് 73 കക്ഷിയാവുന്ന നബി നേരത്തെ പറഞ്ഞു. ഇസ്ലാമിന്റെ പേരിലാണ് ഒക്കെ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. കാദ്യാനികളടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാദ്യാനികളടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി അംഗീകരിക്കില്ല എന്നുള്ളൂ. വേറൊരാളുണ്ട്, മിർസാ ഗുലാം ഉണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. സമൂഹത്തിൽ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്തിട്ട് ഖബറാളികളോട് ദുആ ചെയ്യണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അതിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. പള്ളി ആയതുകൊണ്ട് കാര്യ, പള്ളി ക്ലിയർ ആണെങ്കിൽ നബിയുടെ കാലത്ത് ബലക്കട കൂട്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയല്ലോ കേട്ടില്ലേ. മുസ്ലിം കടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി പോയി നിസ്കരിക്കരുതെന്ന റസൂലിന് കൊടുത്ത ഓർഡർ. റസൂലിനോട് ഒരു വന്ന് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ട് ഇവര് ഭയങ്കര തന്ത്രം ഉപയോഗിച്ച മുനാഫിക്കള് റസൂലിനെ പെടുത്താൻ വേണ്ടിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് റസൂലിനോട് പറഞ്ഞു നിങ്ങൾ നബി വന്നിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, അപ്പൊ നല്ലൊരു മാർക്കറ്റ് കിട്ടുമല്ലോ. റസൂലുള്ളാഹിക്ക് അറിയില്ലല്ലോ വൈബ്. ഉടനെ നബിക്ക് ആയത്തിറങ്ങി, പ്രവാചകങ്ങൾ ആ പള്ളിയിൽ പോയി നിസ്കരിക്കരുത്, അത് ഫിത്തനയുടെ പള്ളിയാണ്, കുഴപ്പത്തിന്റെ പള്ളിയാണ്, അവർ നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്നാ റസൂലിനോട് കൊടുത്ത നിർദ്ദേശം. പള്ളി നമ്മൾ കേൾക്കുമ്പോൾ ചിലവർ പള്ളിയല്ലേ അതിനിപ്പോ എന്താ കൊടുക്കണേ, എന്താ അള്ളഹാനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി എനിക്കറിയാം. ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പള്ളി ഉണ്ടാക്കി എനിക്കറിയാം. പിരിവെടുത്ത് ആ പ്രസംഗത്തിൽ പറഞ്ഞാൽ എന്താ നിങ്ങൾ അള്ളാഹുവിനോട് കൂടെ മറ്റവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് ബദരീങ്ങൾ ആണ്ട് നടത്താനൊക്കെ ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിരിവെടുത്തത്. അതിന് പൈസ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കണ്ടേ, അള്ളാഹിനെ മാത്രം ആരാധിക്കാനാണ് പള്ളി, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ് പള്ളി. സിറാത്ത് മുസ്തഖീം എന്താണെന്ന് നമ്മൾ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ. وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا ذلك عيسى ابن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم اختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. ഇഖ്തലഫ എന്നാണ് ഭിന്നിച്ചു, ഇഖ്തിലാഫിലായി. ഇഖ്തിലാഫ് ഉണ്ട് എന്ന് പറയില്ലേ നമ്മള്, പണ്ഡിതന്മാരുടെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ട് പറഞ്ഞാൽ ഭിന്നാഭിപ്രായം ഉണ്ട് എന്നാണ് ഇഖ്തിലാഫ് എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇജ്മാ അല്ല, ഇത്തിഫാഖ് എന്ന് പറയാം. ഇത്തിഫാഖ്. ഫഖ്തലഫൽ അഹ്സാബു, അഹ്സാബ് കക്ഷികൾ, അഹ്സാബ്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, അവരുടെ ഇടയിൽ നിന്ന് കക്ഷികൾ ഭിന്നിച്ചു. അവരിടയിൽ നിന്ന്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് കക്ഷികൾ ഭിന്നിച്ചു. ഫവൈലുൻ ലില്ലദീന കഫറു, അതുകൊണ്ട് കാഫറുകൾക്ക് നാശം. അപ്പോ ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം എന്താ പറയും? അവരുടെ ഇടയിൽ നിന്നും, ബൈനിഹിം ബൈന ഇടയിൽ, ബൈനിഹിം അവരുടെ ഇടയിൽ, മിൻ ബൈനിഹിം അവരുടെ ഇടയിൽ നിന്നും, ഇഖ്തലഫൽ അഹ്സാബു കക്ഷികൾ ഭിന്നിച്ചു. ഫവൈലുൻ ലില്ലദീന കഫറു, അപ്പോൾ കാഫറുകൾക്ക് നാശം. മിൻ മഷ്ഹദി യൗമിൻ അളീം, ഭയങ്കരമായ ദിവസത്തിന്റെ സാന്നിധ്യത്തിൽ. ആ ഭയങ്കരമായ ദിനം കാഫറുകൾക്ക് ഭയങ്കര അപകടമാണ്. അതിന്റെ മഷ്ഹദ്, അതിന്റെ സാന്നിധ്യം, അല്ലെ അതിന്റെ ആ നേർക്കുനേരുള്ള ഹാജറാവല്, ആ ദിനത്തിന്റെ സാന്നിധ്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര നാശമാണ്, നഷ്ടമാണ് കാഫറുകൾക്ക്. അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. ഈസാ നബി ആരാണെന്നുള്ളതിൽ ഭിന്നിച്ചു,
അതാണ് പല കക്ഷികളായി തീർന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഇവരുടെ ഇടയിലുള്ള കുറെ കക്ഷികളുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഒരുപാട് കക്ഷികളുണ്ട്. ചിലർ പറഞ്ഞ ഈസാ നബി പ്രവാചക ദൈവമാണെന്നാണ്, മറ്റൊരു പറഞ്ഞ ദൈവപുത്രനാണെന്നാണ്, വേറെ കക്ഷി പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നെണ്ണം കൂടിയതാണ്. ആ മൂന്നെണ്ണം ട്രയാങ്കിള് അതാണ് ദൈവം എന്നാണ് ഒരു ടീം. അങ്ങനെ പല വാദങ്ങൾ അവരെ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് കക്ഷികളുണ്ട്, ക്രിസ്ത്യാനികളുടെ കണ്ടമാനം കക്ഷികളുണ്ട്. അപ്പൊ അവര് ഭിന്നിച്ചു എന്നാണ്. അഹ്സാബ് നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? അഹ്സാബ് യുദ്ധം, അതിന് വേറെ പേരുണ്ട്. ആ അതിന് ഇങ്ങനെ പേരുണ്ട്, അതിന് വേറെ പേരുണ്ട്. ഖന്തക്ക് എന്ന് പറഞ്ഞ പേരില്, അഹ്സാബ് എന്ന് പറഞ്ഞ പേരിലും ഒറ്റ യുദ്ധത്തിന്റെ പേരാണ് രണ്ടും. ഖന്തക്ക് യുദ്ധം, അഹ്സാബ്. എപ്പോഴാണ് നടന്നത് അറിയോ? ആ അതൊക്കെ ശരിയാണ്. എന്നാ നടന്നത്? ഇല്ല, അത് ഹോംവർക്ക് കേട്ടോ, ഹോംവർക്ക്. എന്നാ നടന്നതെന്നുള്ളതും അഹ്സാബ് യുദ്ധത്തെ പറ്റി ഒരു ഡീറ്റെയിൽ അടുത്ത ക്ലാസ് തരാം. എന്താണ് അഹ്സാബ് യുദ്ധം, എങ്ങനെയാണ് അഹ്സാബ് യുദ്ധം ഉണ്ടായത്, സൽമാൻ ഉൽ ഫാരിസിന്റെ റോളയിൽ എന്തായിരുന്നു, പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളിൽ ജയിച്ചത്, അതും ജൂതന്മാരായിട്ടുള്ള കണക്ഷൻ എന്താണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഗതി ഉണ്ട്, നിങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ അസറസ്കരിക്കരുതെന്ന് സംഭവമുണ്ട്. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ അതിലുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരി, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ആലോചിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് ഇല്ല എന്നുള്ള ഭയങ്കര പരാതി ഉണ്ട് എന്ന് ആരോ പറഞ്ഞു. അപ്പൊ അത് അഹ്സാബ് യുദ്ധം എന്താണ്, അത് എപ്പോഴാണെന്നാണ് ഞാൻ ബ്രീഫ് ചെയ്യാൻ പറഞ്ഞു. ഹിജറ 5-ാം വർഷമാണ്. ഹുദൈബിയ സന്ധി എപ്പോഴാണ് ഉണ്ടായത്? തുടക്കത്തിലോ? ഇതിന്റെ തുടക്കത്തില് മക്ക ഫത്തഹിന്റെ ഒരു കൊല്ലം. ആ പിന്നെ പിന്നെ പറയേ 8-ാം വർഷം ഫത്തഹ് മക്കയാണ്, മക്ക വിജയാണ്. അതിന്റെ 2 കൊല്ലം മുമ്പാണ്. 6-ാം വർഷം നടക്കുന്നത്. അതന്നെ കൂട്ടിയാതി 8. 8-ാം വർഷം ഫത്തഹ് മക്ക. 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഹജ്ജിന് പറഞ്ഞു. 10-ാമത്തെ വർഷം റസൂൽ ഹജ്ജിന് പോയി. അതിലാണ് റസൂലുള്ളാഹിന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം. 11-ാമത്തെ വർഷം റബീഉൽ അവ്വലാണ് നബി മരിക്കണത്. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട ഓർമ്മിച്ചേക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഓർമ്മിച്ചേക്കാൻ കഴിയില്ല. ഒരുപാട് യുദ്ധങ്ങളുണ്ട്, കണ്ടമാന യുദ്ധങ്ങളുണ്ട്. നമ്മളെ പ്രത്യേക സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഫത്തുഹ് മക്കയിലേക്ക് എത്തിച്ചത് ഹുദൈബിയ സന്ധിയാണ്. അതായത് ഏറ്റവും വലിയ ഫത്തുഹുൻ മുബീൻ എന്നൊക്കെ ഖുർആൻ അതിനെ പറ്റി പറയുന്നുണ്ട്. അതാണ് വിജയം ശരി. കാരണം ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഹുദൈബിയ സന്ധ്യ. ബദറിൽ തുടങ്ങിയ വെടിയാണ്, വെടിവെട്ടിക്കല. അത് നിർത്തുന്ന 4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധങ്ങളാണ്. അതിൽപ്പെട്ട 5-ാമത്തെ കൊല്ലാണ് ഈ ഖന്തക് യുദ്ധം നടക്കുന്നത്. 6-ാമത്തെ വർഷം ഹുദൈബിയ സന്ധി നടത്തി. പ്രത്യക്ഷത്തിൽ ഭയങ്കര പരാജയമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് തോന്നിയത്, ഭയങ്കര നഷ്ടമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് തോന്നിയത്. കാരണം ഒക്കെ വൺ വേ ആണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. മക്കയിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം. ഓല നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ മുസ്ലിങ്ങളെ കൊടുത്ത് ചേരാൻ വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം. ഇവിടുന്ന് ആരെയും അങ്ങോട്ട് എന്നാൽ വിടൂല്ല. അതാണ് ഉമർ റളിയല്ലാഹു ചോദ്യം ചെയ്ത്, നബിയെ നമ്മൾ സത്യത്തിലല്ലേ, നമ്മൾ സത്യത്തിലെ ആൾക്കാരല്ലേ, നിങ്ങൾ പ്രവാചകനും അല്ലേ, പിന്നെ നമ്മളങ്ങനെ അടിയറവെക്കണ്, നമ്മളങ്ങനെ അടിയറവെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നാ ചോദിച്ചത് നബിയോട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറയുമ്പോൾ വായിച്ചു ബിസ്മിക അല്ലാഹുമ്മ എഴുതാൻ പറഞ്ഞു. അള്ളാഹ് റഹ്മാനും റഹീമാണെന്ന് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെ ഞങ്ങളുടെ ഈ പടച്ചവന്മാരോട് വേറെ പ്രാർത്ഥിക്കണം. അള്ളാഹ് റഹ്മാനും റഹീമാണെന്നുണ്ടെങ്കിൽ പടച്ചവനോട് നേരെ പറഞ്ഞാൽ പോരെ. പിന്നെ ഇതിനെ ഞങ്ങൾ കുറെ ദൈവങ്ങളോട് ഇങ്ങനെ വർദ്ധിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ എഴുതിക്കോ. മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതി, അള്ളാന്റെ റസൂലായ നീ അള്ളാന്റെ റസൂലാണ് നമ്മൾ അംഗീകരിച്ച പിന്നെ കയ്യിലെ കഥ ആണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല എഴുതിക്കോ. ഒക്കെ 1 സൈഡ്, 4 എഗ്രിമെന്റ് 1 സൈഡ്. അപ്പോഴാ ഉമർ റളിയല്ലാഹു ചോദിച്ചത്. അപ്പൊ ഉമർ റളിയല്ലാഹു നബി പറഞ്ഞു, ഉമറേ ഞാൻ അള്ളാന്റെ പ്രവാചകനും വിശ്വാസമല്ലേ, എങ്കിൽ ഇതിലൊരു കാര്യം ഉണ്ടാവും. അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചവർ മിങ്കിൾ ചെയ്ത് ജീവിക്കാണ്. മുസ്ലിങ്ങളും മുശ്രിക്കുകളും മിങ്കിളായി. പിന്നെ ഇല്ലല്ലോ, തമ്മിൽ പോരാട്ടമില്ലല്ലോ. അപ്പൊ ആളുകൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ, കാരണം അവർ ജീവിക്കുമ്പോൾ ഒരു ഇസ്ലാമിന്റെ പതിപ്പായിട്ടാണ് ജീവിച്ചത് സഹാബികൾ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇസ്ലാമിലേക്ക് ആൾക്കാർ ഇങ്ങനെ കടന്നു വന്നു. അങ്ങനെയാണ് അവസാനം അത് അവർ ഒരു എഗ്രിമെന്റ് പൊട്ടിച്ചതാണ്. അവരാണ് പൊട്ടിച്ച് എഗ്രിമെന്റ് പൊട്ടിച്ചത്. ആ പൊട്ടിച്ചത് കൂടിയിട്ടാണ് പിന്നെ ഫത്തുഹ് മക്കയിലേക്ക്, ഹിജറ 8-ാമത്തെ വർഷം ഫത്തുഹ് മക്കയിലേക്ക് പോണത്. അത് കാര്യമായിട്ട് യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. അവര് കൂട്ടായിട്ടാണ് ചെന്നപ്പോ ഒരു പേടിച്ചു പോയി. അതിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്കും രക്ഷണം. അബൂ സുഫിയാനൊന്നും മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാനൊന്നും മുസ്ലിം അല്ല, ഫത്തുഹ് മക്കക്കാണ് മുസ്ലിം ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് പരിഗണന കൊടുത്ത്. അപ്പൊ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്കും പിന്നെ രക്ഷ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്.
അങ്ങനെയാണ് റസൂലുള്ള പിന്നെ കഅബന്റെ താക്കോല് വാങ്ങി തുറന്നത്. ഒരു ഭാഗത്ത് കൂടെ ചെന്ന ടീമിന് മാത്രം ചെറിയൊരു പോരാട്ടം, ഒരു 3-4 ആള് മരിച്ചത്. ബാക്കി എവിടെയും പോരാട്ടം ഒരു വേ അടിയറൊക്കെ ചെയ്ത് എല്ലാവരും. അങ്ങനെയുള്ള ബന്ദികളൊക്കെ കൊണ്ടുവന്നു. നിങ്ങൾ ചരിത്രം കിട്ടില്ലേ? കഅബന്റെ അടുത്ത് കൊണ്ടേ നിർത്തി എല്ലാ മുമ്പത്തെ പോരാളികളെയും കച്ചറുണ്ടാക്കിയ ആൾക്കാരെ കൊണ്ട് നിർത്തി നബി ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, ഹദീസ് ഏറ്റവും വലിയ പാപം എന്താന്ന് ഞാൻ പറഞ്ഞിട്ടേ. അലാ ഉനബി ഉക്കുംബി അക്ബറിൽ കബായർ. നബി 3 പ്രാവശ്യം ആവർത്തിച്ചു. ഏറ്റവും മഹാപാപം ഏതാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ. ഖാലു ബലായ റസൂലുള്ള. അവർ പറഞ്ഞു റസൂലെ അതെ പറഞ്ഞു തരണം. അൽ ഇഷ്റാഖു ബില്ലാഹ്, ഒന്നാമത്തെ ശിർക്കിയിലാണ്, അള്ളാഹുൽ പങ്കുകാരുണ്ടാക്കലാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ്. വഅഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. വകാന മുത്തക്കിയൻ, അപ്പൊ നബി ഇങ്ങനെ ചാരിയിരിക്കുന്നു. ഇത് പറയുമ്പോ ഇത് നബി ചാരി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു. കാരണം എല്ലാവർക്കും അറിയണ 2 കാര്യം റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഫജലസ, എന്നിട്ട് നബി നേരെ ഇരുന്നു. കുറച്ചും കൂടെ സീരിയസ് ആയ ഒരു കാര്യം കൂടെ പറയണം. നബി പറഞ്ഞു അലാ വഖൗലു സൂർ അലാ വശഹാത്തു സൂർ, നിങ്ങൾ കരുതണം, കളവായ സംസാരങ്ങൾ ശ്രദ്ധിക്കണം, കളവായ സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂൽ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു എന്നാണ്. ആദ്യം മറ്റതൊക്കെ എല്ലാവർക്കും അറിയണ നബി ശിർക്കും അതുപോലെ തന്നെ മാതാപിതാക്കളുള്ള വെറുപ്പിക്കണമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നബി ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നബി ഒരു സീരിയസ് ആയ കാര്യം എന്നുള്ളതൊക്കെ നബി നേരെ ഇരുന്നു, ചാരി ഇരിക്കണം നേരെ ഇരുന്നു. എന്നിട്ട് നബി 2 കാര്യം പറഞ്ഞു. കളവ് പറയണ നിങ്ങൾ ശ്രദ്ധിക്കണം, കള്ളസാക്ഷ്യം പറയണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെ ഉണർത്തിയെന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. പ്രാർത്ഥന അല്ലാഹുമ്മ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖി ബിഇദ്നിക്. അല്ലാഹുവേ എനിക്ക് നിർമാർഗം കാണിച്ചു തരണം, നേരായ വഴി എനിക്ക് കാണിച്ചു തരണം. ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖി, ഹക്കിൽ നിന്ന് ഇഖ്തിലാഫിലായ വിഷയത്തിൽ, സത്യത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന വിഷയത്തിൽ ബിഇദ്നിക, നിന്റെ സമ്മതത്തോടുകൂടി അഥവാ നിന്റെ ഉത്തരവോടുകൂടി അല്ലെങ്കിൽ നിന്റെ അനുവാദത്തോടുകൂടി. അല്ലാഹുവേ നിന്റെ അനുവാദത്തോടുകൂടി സത്യത്തിലുള്ള ഭിന്നാഭിപ്രായത്തിൽ നിന്ന് എനിക്ക് നേർവഴി ഏതാന്ന് കാണിച്ചു തരണം. ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൽ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെയാണ് സിറാത്ത് മുസ്തഖീമിലൂടെ നീ നയിക്കുക. അതുകൊണ്ട് എന്നെ റബ്ബെ ഏത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായിരുന്നാലും അതിലൊരു യഥാർത്ഥ വഴി എനിക്ക് കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇത് പ്രാർത്ഥനയുടെ അവസാനമാണ്. അതിന്റെ ഫുൾ പ്രാർത്ഥന താഴെ വരാം. ഇതൊന്ന് പറയും. അല്ലാഹുമ്മ ഇഹ്ദിനി, അല്ലാഹുവേ നീ എനിക്ക്, അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത, ഒക്കെ കേട്ടില്ല ഞങ്ങള് ഇടട്ടെ. ഒരു ഉത്തരവാദിത്തം. അല്ലാഹുമ്മ ഇഹ്ദിനി, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണം, എന്നെ വഴിതിരിക്കണം. ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖി, ഹക്കിൽ നിന്ന് ഇഖ്തിലാഫിലായ വിഷയത്തിൽ, അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ. ബിഇദ്നിക, നിന്റെ അനുവാദപ്രകാരം, അഥവാ നിന്റെ കൃപ കൊണ്ട്, നിന്റെ സമ്മതം കൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നിന്ന് ശരിയായ വഴി ഏതാന്ന് പഠിച്ചവനെ എനിക്ക് കാണിച്ചു തരണം. കാരണം ഇന്നക തഹ്ദീ, നീയാണ് വഴി കാണിക്കുന്നവൻ, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ വഴിയിലേക്ക് നീയാണ് വഴി കാണിക്കുക എന്നാണ്. അതിന് ശരിയായ പൂർണ്ണമായ പ്രാർത്ഥന ഇതാണ്. രാത്രി തഹജ്ജുദിന് നിസ്കരിച്ച നബി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണ്. വജ്ജഹത്തുന് പകരം രാത്രി നിസ്കാരത്തിൽ നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളതാണ്. അല്ലാഹുമ്മ റബ്ബ ജബറായിൽ, ജിബ്രീൽ എന്നുള്ള ജബറായിൽ, വ മീകായിൽ വ ഇസ്രാഫീൽ, ഫാത്തിരി സമാവാതി വൽ അർദ്, ആലിമുൽ ഗൈബി വശഹാദ, അൻത തഹക്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. പിന്നെയാണ് നമ്മൾ പറഞ്ഞ പ്രാർത്ഥന. അതിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം എടുത്ത് കൊടുത്താണ്, ഒന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക്. അപ്പോൾ അവിടെ അല്ലാഹുമ്മ ചേർത്തിട്ടാണ് പറഞ്ഞതാണ്. അല്ലാഹുമ്മ മറ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ട്, ഇത് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു മുഖവുര പറഞ്ഞതാണ്. അല്ലാഹുമ്മ റബ്ബ ജബറായിൽ വ മീകായിൽ വ ഇസ്രാഫീൽ ഫാത്തിരി സമാവാതി വൽ അർദ്. എന്നാൽ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെ ഒക്കെ റബ്ബായ അല്ലാഹുവേ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ, ഫാത്തിർ എന്ന് പറഞ്ഞാൽ ഖാലിഖ്, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, അൻത തഹക്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നീയാണ് തീരുമാനം പറയുന്നവൻ. അൻത തഹക്കുമു, നീയാണ് വിധി പറയുന്ന ആള്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഏതിലാണോ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അതിൽ നീയാണ് തീരുമാനമാക്കുക. പിന്നെ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖി ബിഇദ്നിക, ഹക്കിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമായ വിഷയത്തിലേക്ക് എന്നെ നേർമാർഗത്തിലേക്ക് നീ നയിക്കണമേ, നിന്റെ സമ്മതപ്രകാരം അല്ലെങ്കിൽ നിന്റെ അനുവാദപ്രകാരം. ഇന്നക തഹ്ദീ, നീയാണ് വഴി കാണിക്കുന്നവൻ,
മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ നീ വഴി കാണിക്കും. ഇലാ സിറാത്തിൽ മുസ്തഖീം, നേർമാർഗത്തിലേക്ക്. നീ ഉദ്ദേശിച്ചവരെ നീ നേർമാർഗത്തിലേക്ക് വഴി കാണിക്കും. അതുകൊണ്ട് എന്നെ ആ വഴിക്ക് എന്നെ നയിക്കണമേ പഠിച്ചവനെ. കാരണം നീ ആരാണ്? അല്ലാഹുമ്മ റബ്ബ ജബ്രായിൽ വൈസ്രാഫീൽ വ മീകായിൽ വൈസ്രാഫീൽ ഫത്രി സമാവത്തി വല്ലർ. പ്രാർത്ഥിക്കുമ്പോ ആദ്യം അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ പറയാന്നുള്ളൊരു പോളിസി ഉണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗം കൂടെയാണ് അത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, നീയാണല്ലോ അള്ളാഹ് മനുഷ്യന്മാരുടെ ഇടയിൽ തീരുമാനം പറയുന്ന ആള്. പരലോകത്ത് പ്രത്യേകിച്ചും, പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ നീയാണ് തീരുമാനാക്കുക. അപ്പൊ എനിക്ക് ദുനിയാവും തന്നെ ഒരു തീരുമാനാക്കി തരണം എന്നാണ്. ഏറ്റവും ശരിയായ വഴിയിലേക്ക് എന്നെ വഴി കാണിക്കണം എന്നാണ്. ഒന്ന് പറയും. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് കേട്ടോ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, സഹീഹ് ഹദീസാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, പ്രാർത്ഥനകൾ പഠിക്കുക, ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കരുത്തുള്ള മനസ്സിന്റെ ഉടമയാവുക, മനസ്സിൽ നല്ല കരുത്തുണ്ടാവുക. അതിന് ഏറ്റവും പ്രധാനം അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്, പഠിച്ചവനോടായിട്ട് കണക്ട് ചെയ്യുക. എന്തും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പറയുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അപ്പൊ നമ്മളെ മനസ്സിന് സമാധാനം ഉണ്ടാവും. ഷിർക്ക് ചെയ്ത ആൾക്കാരെ മനസ്സിൽ ഹൗഫ് ഉണ്ടാവും എന്ന് ഖുർആൻ പറയുന്നുണ്ട്, പേടി ഉണ്ടാവും. ഷിർക്കുള്ള ആൾക്കാരെ മനസ്സിൽ എപ്പോഴും പേടി ഉണ്ടാവുന്നതാണ്. ഷിർക്കൊക്കെ കണ്ട് ഒഴിവാക്കി മനസ്സ് ക്ലീൻ ആക്കി അള്ളാഹുവിനോട് മാത്രം കണക്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നമുക്ക് അള്ളാഹിനോട് പറഞ്ഞു എന്നുള്ള സമാധാനം ഉണ്ടാവും. ഞാൻ എന്റെ കാര്യമൊക്കെ എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബിനിക്ക് പരിഹരിച്ചു തരും എന്നുള്ള സമാധാനം നമുക്ക് ഉണ്ടാവും. അപ്പൊ മനസ്സമാധാനം ഉണ്ടാവും എന്നുള്ള അമ്ന്. അതാണ് ഈമാന്റെ ഒരു ഭാഗമാണ് അമ്ന്, നിർഭയത്വം എന്ന് പറഞ്ഞത്. ഈമാനുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ ശിർക്കില്ലാത്ത ഈമാനാണ്. അപ്പൊ ഏത് കോചനെ പിടിച്ചിട്ട് പേടിപ്പിച്ചാലും നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. റബ്ബാണ് നമ്മളെ രക്ഷിതാവ്. ആ ആയത്തിൽ തന്നെ ഉണ്ട്, അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്നുള്ള ആയത്തിൽ തന്നെ ഉണ്ട്. അള്ളാഹു പോലെ ഒരു അടിമക്ക് എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്, അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ പറഞ്ഞു നിന്നെ പേടിപ്പിക്കുന്നു. ഓല കുരുത്തക്കട പറ്റും, ഉമ്പല കുരുത്തക്കട പറ്റും എന്ന് പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കും. എന്ന് പേടിക്കാൻ കണ്ട അള്ളാഹ് പോലെ ഒരു അടിമക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢാകുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. എല്ലാ കാര്യവും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് ദുനിയാവിൽ സംഭവിക്കുള്ളൂ. അതിൽ സമാധാനപ്പെടുക. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്ന സ്വാലിഹികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുഖവും സൗഖ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله والصلاة والسلام على رسول الله.